നിലനിന്ന് പോകുന്ന എൻ്റെ ഒരേ ഒരു കൂട്ടുകാരി ഇവളാണ്. ഇത് നമ്മുടെ വേറെ ഐറ്റം. ഇതിനൊക്കെ 3 വർഷം വാറന്റിയാണ് നമ്മൾ കൊടുക്കണേ. ഒരാളും ചെയ്യാത്ത ഓഫറാണ്. ലാഭം പ്രതീക്ഷിക്കാത്ത കച്ചവടമാണ് ഈ മാസം ചെയ്യണത്. ചെറിയ ബെഡ് മേടിക്കാൻ വരുന്ന ആൾക്കും വലിയ ബെഡ് മേടിക്കാൻ വരുന്ന ആൾക്കും ഒരുപോലെ ഓഫർ. ഇപ്പൊ നമ്മൾ തല വെക്കുമ്പോ മണം. ബെഡ് മേടിക്കണമെങ്കിൽ 2 എണ്ണം വെച്ച് കിട്ടും. 3 ബെഡ് മേടിക്കണമെങ്കിൽ 3 എണ്ണം വെച്ച് കിട്ടും. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് 10ാം വാർഷികത്തിൽ അങ്ങനെ ആഘോഷിക്കട്ടെ. ഈ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ഭയങ്കര അവസരം തന്നെയാട്ടാ. ബെഡ് ഒന്നും വാങ്ങിക്കാത്തവർക്ക് ഇത് വല്ലതും ഫ്രീ കൊടുക്കും. ഒന്നുമില്ല. ഒരു കിടക്കയുടെ ജനനം അതിൽ കിടക്കുക. അല്ലാണ്ട് നമ്മള് ബെഡിൽ മോട്ടിട്ടിട്ട് അതിൽ ഇരിക്കാനോ ലോറി കയറ്റി ഇറക്കാനോ ഒന്നും കണ്ടിട്ടില്ല. പുളിശ്ശേരിയാണ് മോനത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് സരിതയുടെ കൂട്ടുകാരി ധന്യയുടെ വീട്ടിലേക്ക് വന്നിരിക്കാനായിട്ടാ. 3 വർഷം മുന്നേ അല്ലേ നമ്മള് 3 വർഷം മുന്നേ നമ്മളുടെ വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞ സമയത്ത് ഇവളുടെ അവിടെ നിന്ന് ബെഡ് വാങ്ങിയിട്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ് വാങ്ങിക്കുന്ന വീഡിയോ അല്ല, അതിന് ശേഷം വന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇവിടെ അറിയായിരിക്കും ധന്യനെ. എൻ്റെ ഒപ്പം 6 മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച, ഇപ്പോഴും ആ ബന്ധം നിലനിന്ന് പോകുന്ന എൻ്റെ ഒരേ ഒരു കൂട്ടുകാരി ഇവളാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം പ്രമാണിച്ച്, ഓണമല്ലേ വരണേ, അപ്പോൾ ഓണം പ്രമാണിച്ച് ഇവൾ എന്നോട് പറഞ്ഞൊരു വീഡിയോ എടുക്കണം, മസ്റ്റായിട്ട് സെറ്റ് സാരി എടുത്തിട്ട് തന്നെ വരണം എന്നും പറഞ്ഞു. പിന്നെ കുറേ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ബെഡിന്. അതെന്താണെന്ന് എന്നോട് പറഞ്ഞില്ല, ഇവിടെ വരുമ്പോൾ നേരിട്ട് പറയാന്നാ പറഞ്ഞിട്ടുള്ളത്. നീ കേട്ട് ഞാൻ ഞെട്ടിപ്പോകുന്ന ഓഫറുകളാണ്. കമ്പനിയുടെ 10ാം വാർഷികം കൂടിയാണെന്ന് പറഞ്ഞോ? അത് നീ പറഞ്ഞു. ഈ വർഷം ഈ വർഷം 2024 മെയ്യിലേക്ക് 10 വർഷം തികഞ്ഞു നമ്മുടെ കമ്പനി തുടങ്ങി. മെയ്യിലേക്ക് തികഞ്ഞു. അപ്പൊ 10ാം വാർഷികത്തിന്റെയും ഓണത്തിന്റെയും കൂടിയിട്ട് ഗംഭീരമായ ഓഫറാണ് കൊടുക്കുക. അവളെ കൊണ്ട് കൊടുക്കാവുന്ന വിധത്തിലുള്ള ഏറ്റവും സൂപ്പർ ഓഫർ. അതെ, നമുക്ക് ഒരു ബെഡ് വേണാനും അത് വേണമെന്ന് പറഞ്ഞത് നമ്മുടെ ചെറിയേട്ടന് സഞ്ജുവിന്റെ കല്യാണം ആവാറായില്ലേ, അപ്പോൾ ചെറിയേട്ടന് ഒരു ബെഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെറിയേട്ടന് ചേച്ചിയോട് ഞാൻ ചോദിച്ചു വരുന്നുണ്ടോന്ന്. അപ്പൊ അവര് പറഞ്ഞു വേണ്ട, നിങ്ങൾ നോക്കിയിട്ട് നല്ലത് നോക്കി വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കമ്പനി ഒന്ന് കാണാം. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കിടക്കാം, അകത്തി പോവാം. മുന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കുറേ ടൈപ്പ് ബെഡ് ഉണ്ട്. വളരെ വില കുറഞ്ഞ അത്രയും ക്വാളിറ്റി, വില കുറയുന്നതനുസരിച്ചിട്ട് അറിയാലോ ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. അത് തൊട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി വരയ്ക്കുള്ള കുറേ റേഞ്ച് ഓഫ് ബെഡ്സ് ഉണ്ട്. അത് നമുക്ക് ആദ്യം കാണാം. നമ്മുടെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് ഇതറിയാൻ പറ്റും, ഞങ്ങൾ അന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വില കുറഞ്ഞ ഐറ്റാ. ഫോം ബെഡാണ്. വാറണ്ടി ഇതിന് നമ്മളിതിന് കൊടുക്കില്ല. എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എന്നാലും വാറണ്ടി മെൻഷൻ ചെയ്യണില്ല ഇതിന്, ഫോം മാത്രമായിട്ട്. പിന്നെ ഫോമിന്റെ കൂടെ ചകിരി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വേറെ ഐറ്റം. ഇതിനൊക്കെ 3 വർഷം വാറന്റിയാണ് നമ്മൾ കൊടുക്കണേ. ഇത് റേറ്റ് കൂടുതൽ. പിന്നെ സെമി മെഡിക്കേറ്റഡ് എന്ന് പറയും. മെഡിക്കേറ്റഡ് ഫോം അപ്പുറപ്പുറം വെച്ചിട്ട് നടുക്കിൽ യു ഫോം ഇട്ടിട്ട് ചെയ്യണത്. ഇതിനൊക്കെ 5 വർഷം വാറന്റിയാണ് മെൻഷൻ ചെയ്യണേ. ഇത് വേറൊരു ഐറ്റം. പിന്നെ നമ്മുടെ ഫുൾ ഓർത്തോ ബെഡ്, ഇതാണ് കൂടുതലായിട്ട് നമുക്ക് മൂവ് ചെയ്യണ ഐറ്റം. ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർ അധികം കൊണ്ടുപോകണ ഐറ്റം ഇതാണ് നമ്മുടെ ഓർത്തോ ഫോമും സോഫ്റ്റ് ഫോമും വെച്ചിട്ട് കേട്ടാ. ഇത് ഓർത്തോ ഫോമിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് കൂട്ടി ചെയ്യണു. 2 ഇഞ്ച് കനത്തില് സോഫ്റ്റ്നെസ് വെച്ച് ചെയ്യണു. അപ്പൊ കനവും കൂടും. ഇതൊക്കെ 10 വർഷം വാറണ്ടി ഉള്ള ഐറ്റാ. നേരത്തെ കാണിച്ച ഓർത്തോ ബെഡും ഇതും 10 വർഷമാണ് വാറണ്ടി കേട്ടാ. ഇത് മെമ്മറി ഫോമിന്റെ ബെഡാണ്. ഓർത്തോ ഫോമിൽ തന്നെ അടിയിൽ ഓർത്തോ ഫോമും മുകളിൽ മെമ്മറി ഫോം വെച്ചിട്ട് ചെയ്യണു. ഇതിനും 10 ഇയർ തന്നെ വാറണ്ടി. നമ്മുടെ വീട്ടിലതാ. പിന്നെ നമ്മള് അന്ന് ഇല്ലാത്തൊരു ഐറ്റം ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 വർഷമായി ഇപ്പൊ ഇത് ചെയ്തു തുടങ്ങിയിട്ട്. ഇത് ലാറ്റക്സ് ഫോം, ഏറ്റവും വില കൂടുതലുള്ള ബെഡ്. അത് ഭയങ്കര റൂം ടെമ്പറേച്ചർ അനുസരിച്ച് കൂളിങ് ഇതിലുണ്ടാവും. നമ്മളെ ഉഷ്ണകാലത്തൊന്നും നമുക്ക് ചൂടെടുക്കില്ല. അത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫോമാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. ലാറ്റക്സ് ഏറ്റവും ക്വാളിറ്റി കൂടുതൽ. റേറ്റ് കുറഞ്ഞതോട്ട് കൂടിയത് വരയ്ക്കുള്ള കാണിച്ചില്ല. ഏറ്റവും റേറ്റ് കുറവിന് വാറണ്ടി ഇല്ല. ഇതിനൊക്കെ ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട് കേട്ടോ. ലൈഫ് ലോങ് നമ്മുടെ ഇതാണ് ടൈപ്പാണ്. ഇത് ഇതുവരെക്കും നമ്മളിങ്ങനെ ഒരു ബെഡിൽ നമ്മൾ കിടക്കാനായാലും ചില സമയങ്ങളിൽ എപ്പോഴും നമ്മൾ ഇരിക്കണ ഒരു ഭാഗം ഉണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഇരിക്കില്ലേ, ആ ഇരിക്കണ ഭാഗം മാത്രം കുഴിഞ്ഞുണ്ടാവും. പക്ഷെ ഇതിപ്പോ ഞങ്ങൾ 3 വർഷമായി ഞങ്ങളുടെ ബെഡ് രണ്ടും കുഴിഞ്ഞിട്ടില്ല. പിന്നെ എന്റെ വീട്ടില് ഇതിനേക്കാൾ ഇത്തിരി കൂടിയും ക്വാളിറ്റി പറഞ്ഞതാ. അതും അതിനും ഒരു കേടും വന്നിട്ടില്ല. കണ്ണംകുളങ്ങരട്ടാ. സ്പ്രിംഗ് ബെഡ് ഉണ്ട്. അതിന്റെ ഡെമോ നമ്മൾ വെച്ചിട്ടില്ല. പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് നമ്മളോട് ചെയ്യണേ.
അത് 10 ഇയർ ഒക്കെ വാറന്റി കൊടുക്കണായിട്ടാ. ബോണൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞ സ്പ്രിംഗ് ഉണ്ട്, അത് നമ്മൾ ചെയ്യണില്ല. ആക്ഷൻ ഭയങ്കര കൂടുതലാ. പോക്കറ്റഡ് സ്പ്രിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് ആക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു സൈഡിൽ ഒരാൾ കിടന്നാലും അപ്പുറത്ത് കിടക്കുന്ന ആള് തിരിഞ്ഞു മറിഞ്ഞ് കിടന്നാലൊന്നും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യില്ല അവർക്ക്. അങ്ങനത്തെയാണ് പോക്കറ്റഡ് സ്പ്രിംഗ്. അതാണ് നമ്മളിവിടെ ചെയ്യണേ. അതിന് 10 വർഷം തന്നെ വാറന്റി കൊടുക്കണം. ഇനി നമ്മള് നമ്മുടെ ഓണത്തിന്റെ ഓഫറും നമ്മുടെ കമ്പനിയുടെ 10ാം വാർഷികം കൂടിയാണ് ഈ 2024. അതുകൊണ്ട് നമ്മള് ഓഫർ ഗംഭീരാക്കിയിട്ടുണ്ട്. പെരുമഴയാണ് ഓഫറുകളുടെ. എന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, നീ ഞെട്ടാൻ തയ്യാറായിക്കോ. ഒരാളും ചെയ്യാത്ത ഓഫറാണ് ഇത്. ലാഭം എടുക്കണില്ല ഒരു മാസം. അപ്പൊ ഓഫറുകൾ എത്ര നാളോട്ട് എത്ര ചിങ്ങമാസം മൊത്താണോ? നമ്മുടെ ചിങ്ങമാസം 15. നമ്മള് ചിങ്ങം തുടങ്ങണതിന് മുന്നേ ചെയ്യണ്ട. ഓഗസ്റ്റ് 15 തൊട്ട് തുടങ്ങുന്നുണ്ട് നമ്മുടെ ഓഫർ. ഓഗസ്റ്റ് 15 തൊട്ട് സെപ്റ്റംബർ 14 വരെ. ഉത്രാടന്നല്ലേ? സെപ്റ്റംബർ 14 വരെ നമ്മള് ഓഫറാണ് കേട്ടാ. ഈ ഓഫറിൽ നമുക്ക് ഇപ്പോ വിളിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യണേന് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം കേട്ടോ. 500, 1000 ആയാലും അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണവർക്കാണ് നമ്മൾ ബുക്കിംഗ് സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ കുറെ പേര് പറയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയില്ല. ഇഷ്ടംപോലെ പേര് വിളിക്കണതാ. അപ്പൊ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്യണവർക്ക് ഈ ഓഫർ നമ്മൾ അടുത്ത മാസമായാലും കൊടുക്കും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ കൊടുക്കണ ഈ ഒരു മാസത്തേക്ക് ബെഡ് വേണ്ട, പിന്നെ കുറെ കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടെങ്കിൽ ഈ ഓഫറിൽ തന്നെ കുറച്ച് പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് അത് 500, 1000 ആയാലും കുഴപ്പമില്ല. ചെറിയ എമൗണ്ട് തന്ന് ബുക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോഴും നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഞങ്ങൾ സാധാരണ വാങ്ങിക്കാറില്ല. ഇത് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പറയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ഞാൻ ലാഭം പ്രതീക്ഷിക്കാത്ത കച്ചവടാണ് ഈ മാസം ചെയ്യണത്. അത് ഈ 10ാം വാർഷികം ആയ കാരണം കൊണ്ടാണ് ഇത് ചെയ്യണത്. ഓണത്തിനേക്കാൾ ഉപരി 10ാം വാർഷികം. അതുകൊണ്ടാണ് ഈ ഓഫർ ചിലപ്പോ അടുത്ത പോലെ ഉണ്ടാവില്ല കേട്ടാ. ഇത് 10ാം വാർഷികം ആയ കാരണം വാർഷികത്തിനുണ്ടാവുള്ളൂ. അതെ. അപ്പൊ നമ്മള് ഓഫർ പറയാട്ടാ. നമ്മള് നമ്മുടെ ബെഡിന്റെ കൂടെ ഇപ്പൊ സിംഗിള് ഒരു ബെഡ് മേടിക്കുന്ന ആൾക്കും കിങ് സൈസ് ഒരു ബെഡ്, സിംഗിൾ എന്ന് പറഞ്ഞ ബെഡിലെ ഏറ്റവും ചെറിയ ബെഡ് 3 അടി, കിങ് സൈസ് എന്ന് പറഞ്ഞ ബെഡിലെ ഏറ്റവും വലിയ ബെഡ്, കിങ് സൈസ് എന്ന് പറഞ്ഞ വലിയ അളവ്, നമ്മുടെ വീട്ടിലേക്ക് അളവ്. അപ്പൊ അവർക്കും നമ്മൾ ഒരേപോലത്തെ ഓഫറാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് പല കമ്പനിക്കാരും ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ 50,000-ന്റെ ബെഡ്, 75,000-ന്റെ ബെഡ് അങ്ങനെയൊക്കെ കൊടുക്കണമെന്ന്. അത് ഏതെങ്കിലും ഒരാൾക്ക് കിട്ടുന്ന കേസാ. ഇത് നമ്മുടെ അവിടെ എല്ലാവർക്കും നമ്മുടെ അവിടെ വരുന്ന ഒരു ചെറിയ ബെഡ് മേടിക്കാൻ വരുന്ന ആൾക്കും വലിയ ബെഡ് മേടിക്കാൻ വരുന്ന ആൾക്കും ഒരുപോലെ ഓഫർ. അത് ഓഫർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ പീസ് ആണ് ഈ കോസ്റ്റഡി എന്ന് പറഞ്ഞ ഐറ്റം. ഇതില്ലാത്ത കേസില്ല. ഇത് കുറെ പേര് ഇത് കുറെ പേര് നമ്മളോട് ചോദിച്ചു വരുന്ന ഐറ്റാ. നിങ്ങളുടെ ഓണത്തിന്റെ ഓഫർ എന്നാ തുടങ്ങണം കോസ്റ്റഡി കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ കോസ്റ്റഡിയാണ് എല്ലാ പ്രാവശ്യം കൊടുക്കാറ് ബെഡിന്റെ കൂടെ. ഇതിലിപ്പോ കോസ്റ്റഡി, ബെഡ്ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ സിംഗിൾ ബെഡ് വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കൂടെ. ഒരു കോസ്റ്റഡി ഫ്രീ. ബെഡ്ഷീറ്റ് നോക്കിയേക്കേ എങ്ങനത്തെ ക്വാളിറ്റിയാന്ന് നോക്കിയേക്കേ. നല്ല ബെഡ്ഷീറ്റ് അല്ലേ? അത്ര ക്വാളിറ്റി നല്ല ബെഡ്ഷീറ്റാ. ബെഡ്ഷീറ്റ് പിന്നെ ഇതൊക്കെ ബെഡ്ഷീറ്റ്. അതൊക്കെ ബെഡ്ഷീറ്റാ. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാ. പിന്നെ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് യൂറിന് ഇറങ്ങാണ്ടിരിക്കുന്ന ടൈപ്പ്. നമ്മളിപ്പോ ഉണ്ണിയോളൊക്കെ നീ ഫ്ലിപ്കാർട്ടിന്നാ അന്ന്. അപ്പൊ നിനക്ക് അറിഞ്ഞൂടാ അതിന്റെ വില എത്രയാന്ന്? അപ്പൊ സിംഗിൾ ബെഡ് വാങ്ങിക്കണ ഒരാൾക്കും കിട്ടണായിട്ട് അതിന്റെ ഒക്കെ നെറ്റ് പോലത്തെയാണ് ഞാൻ കണ്ടിരിക്കണത് ഫ്ലിപ്കാർട്ടിന്റെ ഉള്ളിലൊക്കെ വരുന്നത്. ഇവിടെ ഇത് ക്വാളിറ്റി ഉള്ള ഐറ്റം. ഇത് കണ്ടാ ഇതിന്റെ ക്വാളിറ്റി കണ്ടാ? നീ വാങ്ങിച്ചിട്ടുള്ള കാരണം കൊണ്ട് നിനക്ക് അറിയാൻ പറ്റും. ഒന്നും ഇറങ്ങാത്ത ടൈപ്പ് കുട്ടികളുള്ളവർക്കൊക്കെ ഈ സാധനം ആദ്യം തന്നെ ബെഡും ഇടുക, എന്നിട്ട് പിന്നെ അതിന്റെ മേലെ ബെഡ്ഷീറ്റ് വിരിക്കുക. പ്രൊട്ടക്ടർ പിന്നെ പില്ലോ കോസടി പ്രൊട്ടക്ടർ. പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫൈബർ ഉണ്ട്. മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞാൽ വാഷബിൾ പില്ലോയാണ്. ഈ പാക്കറ്റ് പൊട്ടിയുമ്പോൾ കുറച്ചുകൂടി വീർത്ത് വരും. അത് ഓരോ ബെഡിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്. അപ്പൊ മെഡിക്കേറ്റഡ് തൊട്ട് നമ്മൾ മൈക്രോ ഫൈബർ ആണ് കൊടുക്കണേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി 500 രൂപ വിലയുള്ള പില്ലോയാണിത്. ഇതുണ്ടാവും. പിന്നെ ലാറ്റക്സ് മെമ്മറി ഒക്കെ മേടിക്കുന്നവർക്ക് നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലിന്റെ ഫ്ലേവർ ഉള്ളതാ. നല്ല മണം. ഇത് വാഷബിൾ ആണ്. നമുക്ക് ഇത് പൊട്ടിച്ചാലേ അറിയുള്ളൂ മണം കേട്ടാ. ഇത് പൊട്ടിച്ചു നോക്കിക്കോ. നീ പൊട്ടിക്കണം. നമ്മള് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്പും. എന്നിട്ട് തല വെക്കും. അപ്പൊ അതിന്റെ ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊട്ടും. നമ്മള് തല വെക്കുമ്പോ മണം നോക്കിയ മണം. അങ്ങനെ ഓരോ ഫ്ലേവർ ഉണ്ട്. ലാവൻഡർ ഉണ്ട്, മസ്ക് ഉണ്ട്, സാൻഡൽ ഉണ്ട്.
നല്ല മണത്തോട് കൂടി കിടന്നുറങ്ങാം. അതന്നെ അങ്ങനത്തെ പില്ലോ ഉണ്ട്. പിന്നെ പഞ്ഞി വേണ്ടവർക്ക് ഒറിജിനൽ പഞ്ഞിട്ടാ, നാടൻ പൂളപ്പഞ്ഞി. ചിലവർക്ക് പഞ്ഞിയിൽ കിടന്നാൽ ഉറക്കം വരല്ലോ, അങ്ങനെയുള്ളവർക്ക് പഞ്ഞി പില്ലോ ഉണ്ട്. പിന്നെ നമ്മുടെ ലാറ്റക്സ് പില്ലോ എടുത്താങ്കില് അത് ഫ്രീ. ഇതൊക്കെ ഫ്രീ ട്ടാ. അപ്പൊ ഒരു വട്ടം കൂടി ഇത് കുറെ സാധനങ്ങളായി ഫ്രീ കൊടുക്കണൂട്ടാ. അത് കാരണം ഒരു വട്ടം കൂടി പറയാം, ഒരു സിംഗിൾ ബെഡ് തൊട്ട് ഏത് ബെഡ് വാങ്ങിക്കുന്നവർക്കും ഒരു ബെഡിനാട്ടോ അത് കൊടുക്കണം. ഇപ്പൊ 2 ബെഡ് മേടിക്കണമെങ്കിൽ 2 എണ്ണം വെച്ച് കിട്ടും. 3 ബെഡ് മേടിക്കണമെങ്കിൽ 3 എണ്ണം വെച്ച് കിട്ടും. അല്ലാണ്ട് ഇപ്പൊ 4 ബെഡ് മേടിക്കുന്ന ആൾക്കാർക്ക് ഒരെണ്ണല്ല നമ്മൾ കൊടുക്കണേ, 4 എണ്ണം കിട്ടും. 4 ബെഡ്ഷീറ്റ്, 4 പ്രൊട്ടക്ടർ, പില്ലോസ്, പിന്നെ എന്തിട്ടടി ഞാൻ പറഞ്ഞേ, പിന്നെ ഇതൊക്കെയും കോസടി കിട്ടും. ഈ കോസടി കിട്ടും, പ്രൊട്ടക്ടർ കിട്ടും, ബെഡ്ഷീറ്റ് കിട്ടും, തലയണ കിട്ടും. അതിപ്പോ ഒരു ഫ്രീ ഡെലിവറി, കേരളത്തിലെ എവിടെയും ഫ്രീ ഡെലിവറി. ബുക്കിംഗ് സൗകര്യം ലോട്ടറി അടിച്ച ഇല്ലടി മോളെ. ഇത് 10ാം വാർഷികമായി ലാഭമില്ലാണ്ട് ചെയ്യണതാടി. ഇപ്പൊ അത് 10ാം വാർഷികമായി. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണേ. ചിലപ്പോ അടുത്ത കൊല്ലത്ത് ഞാൻ ചെയ്തു തന്നിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് 10ാം വാർഷികത്തിൽ ഞങ്ങളുടെ ആഘോഷിക്കട്ടെ, ഡിസ്റ്റാറിന്റെ ബെഡ് കിടന്നിട്ട് അത് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. പിന്നെ നമ്മുടെ ലാറ്റക്സ് ബെഡ് ഉണ്ട്, ഇമ്പോർട്ടഡ് ആട്ടോ അത്. ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടാ. ഇത് ഫ്രീ അല്ല, ഇത് ഫ്രീ അല്ല കേട്ടോ, ഇത് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. ലാറ്റക്സിന്റെ പില്ലോ. പിന്നെ നമ്മുടെ മെമ്മറിയുടെ പില്ലോ ഉണ്ട്. ഇത് നമ്മള് ഉപയോഗിക്കണല്ല, ഇതും പൈസ കൊടുത്ത് മേടിക്കണം. അപ്പൊ എല്ലാത്തരം പില്ലുകളും നമ്മുടെ ഉണ്ടെന്നുള്ളത് കാണിച്ചു മാത്രം. ഫ്രീ കൊടുക്കണത് ഈ ടൈപ്പ് പഞ്ഞി, മറ്റേ ടൈപ്പ്, പിന്നെ മൈക്രോ ഫൈബർ, മണ്ണുള്ളത്, അതൊക്കെയാണ് ഫ്രീ ഉള്ളത്. അപ്പോ ഓഫർ എന്ന് പറയുമ്പോ ഗംഭീര ഓഫറുകൾ തന്നെയാണ്. ഈ സമയം, ഈ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഒരു ബെഡിന് കിട്ടൂട്ടാ. അപ്പൊ 4 ബെഡ് മേടിക്കണമെങ്കിൽ 4 എണ്ണം വെച്ച് കിട്ടും. 4 ബെഡ്ഷീറ്റ്, 4 പ്രൊട്ടക്ടർ. അതിനനുസരിച്ച് വാങ്ങി വെക്കാനും പറ്റില്ലല്ലോ ഈ സാധനം, ആവശ്യമുള്ള വാങ്ങിക്കാൻ ഓഫർ കുറേ കോസടി ഇതൊക്കെയും കിട്ടും. അപ്പൊ ഒരു വീട് താമസമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര സുഖാട്ടാ. എന്തായാലും ഇതൊക്കെ ഞങ്ങള് കഠിന പ്രയത്നം ചെയ്തിട്ട് മോളെ നടന്ന് കാല് തേഞ്ഞുണ്ട്. ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോ ഇപ്പൊ എനിക്ക് കൂതറ സാധനം വേണമെങ്കിൽ കിട്ടാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ ബെഡ്ഷീറ്റ് നാറിയിട്ട് വയ്യടി നിക്കാൻ മണ്ണടിക്കുമ്പോഴേ പൊട്ടമാറ്റം. ഇതെന്ന് വെച്ചാൽ നീ നോക്കി ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ എനിക്കൊരു പ്രാന്ത് കൂടുതലാണ്. ബെഡ്ഷീറ്റുകൾ വാങ്ങി കൂട്ടല് പണ്ടേ ഉണ്ട്. അത് കൊടുക്കാനല്ല കേട്ടാ, അവളുടെ വീട്ടിലേക്ക് തന്നെ. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുള്ളൂ ഞാൻ. നീ നോക്കിട്ട് പറഞ്ഞാൽ മതി. നല്ലതാണോ നല്ലതല്ലേ എനിക്കറിയാം. നീ ബെഡ്ഷീറ്റ് നല്ല അന്തസ് ബെഡ്ഷീറ്റ് മേടിക്കണോളൂ തന്നെയാണ് എനിക്കറിയാം. കുറച്ച് എനിക്ക് കിടന്നുറങ്ങുമ്പോ നല്ല ബെഡ്ഷീറ്റ്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതന്നെ, നമ്മൾ കൊടുക്കുമ്പോ കൊടുക്കണ സാധനങ്ങള് ക്വാളിറ്റി ഉള്ളത്, നല്ല വൃത്തിയുള്ളത്. ഒരു തല്ലിപ്പൊളി സാധനം, എന്താ പറയാ, ഒരു കിടക്കി വീരി സരിത കട്ടിലും ഉപയോഗിക്കില്ല. മാറ്റി അങ്ങനെ മാറ്റണം. ആര് പറഞ്ഞു? ആഴ്ചയിലൊരു ദിവസം, ആഴ്ചയിലൊരു അല്ലാട്ടാ 3 ദിവസം ഒരാഴ്ച മൂത്രം കഴിക്കുന്ന സ്വഭാവം അല്ല, ആഴ്ചയിലൊരു ദിവസം നമ്മൾ മാറ്റണം. ഞായറാഴ്ചകളിൽ മാറ്റും. അതെ, മിക്കവാറും ഞായറാഴ്ചകളിലായിരിക്കും മാറ്റം. അല്ല, ആഴ്ചയിലൊരു ദിവസം, ഒരാഴ്ച. അതിപ്പോ കിടന്നാലും കിടന്നില്ലെങ്കിലും അത് മാറ്റും. ഒരാഴ്ച എനിക്ക് കണ്ട് ബോറടിക്കും, അത് മാറ്റും. വേറെ ബെഡ്ഷീറ്റ് ഒക്കെ നല്ലതല്ലേ, നല്ല പ്രൊട്ടക്ടർ ബെഡ്ഷീറ്റ്. ഞാൻ എന്തിട്ട് പറയാനാണോ അവിടെ അല്ലല്ല 3 ദിവസം കൂടുമ്പോഴൊന്നും അല്ല, 7 ദിവസം. ആഴ്ചയില് ഞായറാഴ്ച മാറ്റുക, മിക്കവാറും ഞായറാഴ്ചകളിലാവും മാറ്റം, അല്ലെങ്കിൽ ചിലപ്പോ വേറെ ദിവസം. അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതൊക്കെ നീ തൊട്ടറിഞ്ഞ് പറഞ്ഞു കൊടുക്കണം. അതന്നെയാണ് നല്ല ക്വാളിറ്റിയാണ്. അതെ, അല്ല അല്ലെങ്കിലേ സാധാരണ ഫ്രീ കൊടുക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് തിരുപ്പൂര് ലോഡ് കണക്കിന് ആ സാധനമാണ് കൊടുക്കുക. ആളുകൾ ഇത് വാങ്ങിക്കണവര് പറയും നമ്മൾ ഈ ബെഡ്ഷീറ്റ് സാധാരണ ഈ കടയിൽ ഇതിമേ MRP ഇതിമേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാധാരണ കടയിൽ നിനക്ക് മേടിക്കും പറഞ്ഞൂടെ എത്ര രൂപ ഇതിനെ വരുന്നു ബെഡ്ഷീറ്റിന് അറിയാം. അപ്പൊ ഇതിന്റെ വിലയൊക്കെ ഇതുമ്പോ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കമ്പനി പേരും കൊടുത്തിട്ടുണ്ട്. 1716 രൂപയുടെ ബെഡ്ഷീറ്റുകളാണ്. അതുപോലെ ഈ സാധനത്തിന് നല്ല വിലയുണ്ട്. അയ്യോ, ഈ ബെഡ്ഷീറ്റോ ഒക്കെ ബെഡ്ഷീറ്റ് ഒരാളവനുസരിച്ച് ബെഡ്ഷീറ്റിന്റെ റേറ്റ് മാറും. അപ്പൊ പ്രൊട്ടക്ടർ അടിപൊളി, അതിന്റെ 3 ഷെയ്ഡ് ഉണ്ട് കേട്ടോ, അതിന് വിലയുണ്ട്. കളർ അതിപ്പോ വെള്ള ബെഡൊക്കെ വാങ്ങിക്കണവര് ഈ കളർ വാങ്ങിക്കണമെന്നില്ല. ഇത് ഞാൻ ഒരു റൂമിലേക്ക് ഇങ്ങനത്തെയും ഒരു റൂമിലേക്ക് ഇങ്ങനത്തെയും വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ പിന്നെ ഈ ചിക്കു കളർ
അപ്പൊ അത് ഇഷ്ടമുള്ള colour. കളറുകള് നമ്മള് അങ്ങോട്ടൊന്ന് നോക്കൂ, അതാ അങ്ങോട്ട് നോക്കൂ, പിന്നെ അങ്ങോട്ട് നോക്കൂ. ഇതൊക്കെ പിന്നെ വരൂ ഇങ്ങോട്ട് നോക്കൂ, കടലാസ് പെട്ടികൾ കാണൂ. ഇതൊക്കെ ഈ ബെഡ് വാങ്ങിക്കുന്നവർക്ക് ഫ്രീ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തയ്ച്ചു വെച്ചിരിക്കുന്ന കോസടികളും പിന്നെ ബെഡ്ഷീറ്റ്, തലോണകള്. അതിന്റെ ഉള്ളിലൊക്കെ ഒന്നിട്ടടി. ഏതാ അതിന്റെ ഉള്ളിലൊക്കെ ബെഡ്ഷീറ്റ് അടി. ആ പൊടിയൊന്നും പിടിക്കാണ്ടിരിക്കാണോ? നമ്മൾ കുറച്ചിങ്ങനെ ലൂസാക്കി വെച്ചിരിക്കണോ? കടലാസ് പെട്ടികളിലൊക്കെ നിറച്ച് ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. സ്റ്റോക്ക് ചെയ്തിരിക്കുക. നീ അപ്പൊ എവിടേക്ക് പോയത്? തൃശ്ശൂർ നിന്നൊക്കെ വാങ്ങിച്ചേ? ഞാൻ തൃശ്ശൂർ കടന്നു പോയി മോളെ. ഞങ്ങൾ ഏതാണ്ട് തമിഴ്നാട് വരെ എത്തി. അതില് ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുത്തു. കഠിന പ്രയത്നം കുറെ ചെയ്തിട്ടാണ് കേട്ടാ. ഇത് നമ്മുടെ അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കണമെന്ന് നിർബന്ധമുള്ള കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. 10ാം വാർഷികം എടുത്തെടുത്ത് പറയാണ് ഞാനത്. പിന്നെ ഇതേ നമ്മുടെ അവിടെ കടലാസ് പെട്ടികൾ നിറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തീർന്ന വരെ ഞാൻ കൊടുക്കും. പിന്നെ കൊടുക്കും. പിന്നെ അതല്ല ബുക്ക് ചെയ്തവർക്ക് നമ്മൾ ഉറപ്പായിട്ട് അത് കൊടുക്കും. ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് അവർക്ക് എടുക്കാൻ പറ്റുള്ള, ചിലപ്പോൾ 2 മാസം നീളും പെരപണി, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കേ വേണ്ടി വരുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തിടാം. അപ്പൊ ഈ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടും. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിൽ മാറ്റം വരുത്തണില്ലേ നമ്മള് ബെഡിന്റെ. കഴിഞ്ഞ കൊല്ലം മേടിച്ചവർക്ക് അറിയാം നമ്മുടെ അവിടുത്തെ ബെഡിന്റെ വില എത്രയാന്ന്. അതിന് മുന്നത്തെ കൊല്ലം മേടിച്ചവർക്ക് അറിയാം ബെഡിന്റെ വില എത്രയാന്ന്. ആ വില ആ സെയിം റേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ കണ്ട ഓഫർ ആയിട്ട് കൊടുക്കണത്. ഓഫറുകൾ ഇത്ര അധികം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ബെഡിന്റെ വില കൂട്ടണില്ല. ബെഡിനൊക്കെ ആ വില തന്നെ, കൂടെ ഇത്രയും സാധനങ്ങൾ, ഐറ്റംസ്. ഇതൊരു ഭയങ്കര അവസരം തന്നെയാട്ടാ. ബെഡ് ഒന്നും വാങ്ങിക്കാത്തവർക്ക് ഇത് വല്ലതും ഫ്രീ കൊടുക്കും. ഒന്നുമില്ല കേട്ടാ. അല്ല നമുക്കിപ്പോ ബെഡൊന്നും ആവശ്യമില്ല. അപ്പൊ നമുക്കൊരു ബെഡ് നമ്മളവിടെ കുമാരേട്ടൻ ചായകട തുടങ്ങിയപ്പോഴേ നമ്മുടെ കൂട്ടുകാരുണ്ട്, കുഞ്ഞു കുട്ടീനാവൻ കുഞ്ഞേക്കളും ചെറിയ കുട്ടി ഈ ചായകട ഇരിക്കും. അന്ന് ഫസ്റ്റ് ദിവസം ഇഡ്ഡലിയും ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തത്. പിറ്റേ ദിവസം ഇഡ്ഡലി ഫ്രീ ആയിട്ടില്ല കൊടുത്തന്നെ, കാശിനോട് തുടങ്ങുന്നത്. ഇതിപ്പോ എല്ലാവർക്കും ഇതൊരു വാട്സപ്പ് തമാശയായിട്ട് തോന്നും. പക്ഷെ അന്ന് ഒരു ചോറും പാത്രമായിട്ട് ചായകടയിലേക്ക് വന്നു. 1978 കേട്ടാ. ചായകടയിലേക്ക് വന്നിട്ട് കുമാരൻ ചോദിച്ചു ഇഡ്ലിക്ക് എത്രയാന്ന് ചോദിച്ചു. അപ്പൊ ഇഡ്ലിക്ക് 10 പൈസയുള്ളൂ, ഒരു ഇഡ്ലിക്ക് 10 പൈസ. അപ്പൊ ചട്നിക്ക് ഞാൻ ചോദിച്ചു, ചട്നിക്ക് കാശ് വേണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ചോറും പാത്രം നിറച്ച് ഇഡ്ലി വേണ്ട. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു ഇതായ തമാശയായിരിക്കും. പക്ഷെ ആ കിടാവ് നിഷ്കളങ്ക ഇതവിടെ ഒന്ന് അതുപോലെ കിടക്ക് വാങ്ങിക്കാണ്ട് വല്ലവരും ഇങ്ങോട്ട് വന്നിട്ട് ഫ്രീ ഐറ്റംസ് മാത്രം മതി. ഇല്ല, കിടക്ക് മേടിക്കുന്നവർക്ക് ഇനി കൊടുക്കുള്ളൂ. അല്ലടി ഇപ്പൊ നമുക്ക് കോസടി മാത്രമാണെന്ന് അതൊക്കെ കൊടുക്കും. പിന്നെ നമ്മളെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാറണ്ടി മെൻഷൻ ചെയ്യുന്ന ബെഡുകൾക്ക് മാത്രമേ ഉള്ളൂ അത്. വാറണ്ടി ഇല്ലാത്ത ഐറ്റംസ് ഏറ്റവും വില കുറഞ്ഞ ബെഡിനില്ല വാറണ്ടി. ചിലപ്പോ അതാണ് അതിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ വാറണ്ടി മെൻഷൻ ചെയ്യണ ഏത് ബെഡിനും വാറണ്ടി തുടങ്ങണ ഐറ്റംസിന് തൊട്ടാണ് ഈ ഓഫറുകൾ ഉള്ളത്. നമ്മള് അപ്പൊ ഓഫറുകൾ കേട്ടല്ലോ, ഞാൻ ആകെ വേർത്തു ഓഫർ കേട്ടല്ലോ. ഇത് നമുക്ക് ബെഡ് അടിക്കണമെന്ന് കാണാം. ഒരു ബെഡ് കാണിച്ചു തരാൻ പോണേ. ബെഡിന്റെ ഫസ്റ്റ് ഘട്ടം ഒട്ടിക്കല്. ഇതാണ് ഓർത്തോഫോം 90 ഡെൻസിറ്റി ട്ടാ. ഞെക്കി നോക്കിയേ, ഞങ്ങളുണ്ടോന്ന്. ഞങ്ങളിലോ ഇടിച്ചു നോക്കിയേ. 90 ഡെൻസിറ്റി ഫോം ആണ്. അതിന്റെ മുകളിൽ ഇതേ സൂപ്പർ സോഫ്റ്റ് ഒട്ടിക്കണു. സൂപ്പർ സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡെൻസിറ്റി ഫോം ആണ്. നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഓഫർ ഒക്കെ കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടാ. പശ ഒരു കിടക്കയുടെ ജനനം, ഒരു കിടക്കയുടെ ജനനമാണ് കാണിക്കുന്നത്. സോഫ്റ്റ് ഫോം ഒട്ടിച്ചു. സോഫ്റ്റ് ഫോം ഒട്ടിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നമ്മൾ ഹാർഡാണ് വെച്ചിരിക്കണത്. കിടക്കണ ആൾക്കാർക്ക് ഒരു കിടക്കണ ഭാഗത്തൊരു സുഖം കിട്ടാൻ, സോഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ നമ്മുടെ തുണിമലത്തെ ഫോം ഉണ്ടാവും, അതുകൊണ്ട് ആകുമ്പോ അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടാവും കിടക്കണ ഭാഗട്ടാ. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലത്തെ ഏത് ബെഡാണ് ഏറ്റവും കൂടുതൽ ചെലവ് ആവണ ബെഡ്? ഇതാണ് ഞങ്ങക്ക് കൂടുതൽ മൂവിങ് ഓർഡർ വരുന്നത്. ഇതിനൊക്കെ 10 ഇയർ വാറന്റി കൊടുക്കണായിട്ടാ. ഇത് 5-6 6.4 4 അടി ഡബിൾ അടിയുള്ളൂ. നീ ബെഡിന്റെ മേലെ അടിക്കാൻ പോണത് നമ്മള് വെള്ള ബെഡാണ് അടിക്കാൻ പോണത്. ഓഫ് വൈറ്റ് ബെഡാണ് അടിക്കാൻ പോണേ. അപ്പൊ ആ കളറ് മറ്റേ തുണി വെട്ടി തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സ്പോഞ്ച് അടക്കമാണ് കേട്ടോ. നെറ്റഡ് ഫാബ്രിക്, ചൂടെടുക്കാത്ത തുണി കേട്ടാ. നെറ്റഡ് ഇത് ഇടാൻ പോണു. ഇതുമിലേക്ക് ഇനി ആ ബെഡുകൾ ഒട്ടിച്ച ബെഡ് ഇതുമിലേക്ക് വെക്കും. നല്ല വെയിറ്റ് ഉണ്ട്.
നമ്മള് 3 വർഷം മുന്നേ ബെഡ് ഇവിടെ അന്ന് വീഡിയോ ചെയ്തപ്പോ ഉണ്ടായിരുന്നതല്ല കേട്ടാ. ഈ മെഷീനൊക്കെ മാറ്റി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല മെഷീൻ തന്നെയാ ഇറക്കി. സ്പീഡ് ആവാൻ. സ്പീഡ്. ബെഡിന്റെ സൈഡിലത്തെ സൈഡിലുള്ളത് സൈഡ് ഫസ്റ്റ് ഇടൂട്ടാ. സൈഡ് കവർ ചെയ്യും, അതേ മെഷീൻ അടിക്കും, കൂട്ടും. കൃത്യമുള്ള അതിനുള്ളതായിട്ടില്ല. കറക്റ്റ് ഇതിന്റെ ചുറ്റും അടിക്കാനുള്ള അതിന്റെ അളവ് എടുത്തിട്ട് അത് കൂട്ടി തയ്ച്ചു. ഇനി അതിന്റെ മേലേക്കുള്ള തുണി കൂടി വെച്ചു. ഇനി തയ്ക്കുക. തയ്ക്കല് കീറിയത് ചുരിദാറിന്റെ അവിടെ ജഗ്ഗുവിന്റെ ട്രൗസറിന്റെ മൂടൊക്കെ തയ്ക്കണ മാതിരി തയ്ക്കാൻ പറ്റും. ഇതുമ്മലും പശ തയ്ക്കും. തുണി ലൂസ് ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ലൂസാവും പെട്ടെന്നല്ലെങ്കിൽ. ഒക്കെ നമ്മൾ നല്ല വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് കിടക്കകൾ ചെയ്യണത്. ഒരു പിന്നീട് ഒരു കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അല്ല, നമ്മുടെ ആയുസിന്റെ 1/3 ഭാഗം നമ്മൾ ചെലവഴിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് ഏറ്റവും നല്ലതാവണം. ബെഡിന് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വാറണ്ടി പറയണത് കുഴിച്ചലിനാട്ടാ. ചിലവര് ചിലപ്പോ കിടന്നിട്ട് പാദസരം കൊളത്തി വലിക്കും, ഇതുമേ തുണിയുമേ, അങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മൾ വാറണ്ടി ഇല്ല. ബെഡ് കുഴിയണേന് മാത്രമാണ് നമ്മൾ വാറണ്ടി പറയണത്. ചിലപ്പോ ചില കുട്ടികളൊക്കെ വീട്ടില് പിന്നെ ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ, പിന്നെ മഴക്കാലല്ലേ, മഴക്കാലത്ത് തുണികളോണം കണ്ടാകുമ്പോ സുഖമായിട്ട് ഇതുമേ വിരിച്ചിട്ട് തേപ്പ് വെട്ടിയോണ്ട് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അടിയിലേക്കൊക്കെ ചൂടിറങ്ങി ആ തുണിക്ക് ഇങ്ങോട്ട് ഉരുക്കി പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയും, അയ്യോ നിങ്ങളുടെ തുണി കംപ്ലൈന്റ് ആണല്ലോ പിന്നീലോ. ഒരു കാര്യമില്ല കേട്ടാ, ഞങ്ങളത് ചെയ്തു തരില്ല. നമ്മൾ മെയിൻ വാറണ്ടി പറയണത് ബെഡ് കിടന്നിട്ട് ബെഡിന് മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് കിടക്കുന്ന ഭാഗം കുഴിയ, അതിനാണ് നമ്മൾ വാറണ്ടി പറയണത് കേട്ടാ. തയ്ക്കാൻ തുടങ്ങി. ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞു കേട്ടാ. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് ബാക്ക് സൈഡാ, ഈ മറിച്ചിടും. ഞങ്ങൾക്ക് നോക്കി അറിയാം. അത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞ് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നോക്കി കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. കിടന്നു കുഴിഞ്ഞിട്ടാണ് ഈ തുണി നമ്മൾ ഇന്നലെ എടുത്തു തുടങ്ങിയതല്ല, 10 കൊല്ലായില്ലേ കമ്പനി. അപ്പൊ നമ്മൾ 10 കൊല്ലായിട്ട് എടുത്തു തുടങ്ങിയിട്ടുള്ള സാധനം. അപ്പൊ നമുക്കറിയാം ഇതിന് എന്ത് കംപ്ലൈന്റ് വരുന്നുള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് ബാക്ക് സൈഡാ. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡ് അടിക്കാൻ പോണേ. ഇതിപ്പോ ഒരു കിടക്കയെ വേണ്ടെങ്കിലും ഇവിടെ വന്ന് നോക്കിയിട്ട് നമുക്ക് കൈയോടെ വാങ്ങിച്ചിട്ട് പോവാം. യൂട്യൂബ് വീഡിയോ മാത്രം കണ്ടിട്ടില്ല, നമുക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്ക് വന്നിട്ട് ചെയ്യാം. ഇവിടെ കിടക്കരിക്കുന്ന സമയമാണെങ്കിൽ കാണാമല്ലോ. ഞങ്ങൾ 9 മണി തൊട്ട് ടൈമൊക്കെ നമ്മൾ പറയാം. 9 മണി തൊട്ട് 6 മണി വരെയാണ് വർക്കിംഗ് ടൈം. ആ സമയത്ത് കിടക്കരിക്കുന്നത് കാണണമെങ്കിൽ കാണാം. ഓർഡർ കൊടുക്കണമെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടാ. ഏത് ടൈപ്പ് വേണം എല്ലാതും പശയാക്കുന്നു. ഈ തുണി നീങ്ങാൻ പാടില്ലല്ലോ, തുണി നീങ്ങാണ്ടിരിക്കാൻ, ലൂസ് ആവാണ്ടിരിക്കാൻ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പഞ്ഞി മറ്റേ ഈ പൂളക്കായേ എന്തോരോ തല്ലി പൊട്ടിച്ച് അതിൽ കിടക്ക, അത് വെയിലത്തിട്ടിട്ട് തലവണ പണി കഴിഞ്ഞില്ലേ, ആ കിടന്നു കഴിഞ്ഞ് കൊറേ കഴിയുമ്പോ കുരുക്കളി. പിന്നെ അതല്ല വെയിലത്തിട്ടിട്ട് കിടക്കണ ദിവസം കിടക്കാൻ അടിയാ, അത് വീർത്തുണ്ടാവില്ലേ കിടക്കി. ഒരു പ്രത്യേക സുഖ. നമ്മുടെ അമ്മക്ക് എപ്പോഴും പൂളവേരെ അമ്മ മരിക്കണതായിരിക്കും ആ ബെഡ്. അമ്മക്ക് നിർബന്ധമായിരുന്നു. ഓർമ്മ പോയി പിന്നെ അതൊന്നും അറിയാണ്ടായിട്ടാ. ഓർമ്മ പോണ വരെ ആൾക്ക് ആളുടെ കിടക്കാൻ വേണം, പഞ്ഞി കിടക്കാൻ. മറ്റേ സൈഡ് അടിക്കും. അപ്പൊ ബെഡ് തയ്ക്കല് കഴിഞ്ഞിട്ട് പാക്കിംഗ് ആണ്, ലാസ്റ്റ് പാക്കിംഗ്. പിന്നെ നമ്മള് ബെഡിന്റെ ഒരു പരിപാടി എന്നിട്ട് അറിയോ, ഇത് വാങ്ങിച്ചു കൊണ്ടാല് ഇത് പൊട്ടിക്കില്ല, ഇത് കളയണം, ഇത് കളയണം, മസ്റ്റ് ആയിട്ട് കളയണം. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത്. ബെഡ് കേടാവാൻ ഇത് കേടാവും ബെഡ്. ഇതുമെന്നൊരു കളർ പിടിക്കും ഈ തുണിമിലി. കുറച്ച് നാൾ നീ പാക്ക് ചെയ്ത് ഇട്ട് കെടു നോക്കിയേ, അപ്പൊ അതിന്നൊരു കളർ ഇതുമിലേക്ക് പിടിക്കും. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് പൊട്ടിച്ച് കളയണം കേട്ടാ. ഒട്ടിക്കാൻ പോവല്ലേ, അതിനൊരു പാക്ക് ചെയ്യാൻ പോവാ. നമ്മള് വാറണ്ടി ഇപ്പൊ ഒരു 3 വർഷം തൊട്ടാണ് നമ്മുടെ ബെഡിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങണ വാറണ്ടി. 3 വർഷത്തിന്റെ, 5 വർഷത്തിന്റെ, 10 വർഷത്തിന്റെ ലൈഫ് ലോങ്.
അപ്പോൾ അതിൽ നമ്മൾ വാറണ്ടി പറയുന്നുണ്ടെങ്കിൽ അതിന് ഇടയിൽ കുഴിച്ചിൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ അത് ഉള്ളിലത്തെ മെറ്റീരിയൽ ഫുള്ള് ചേഞ്ച് ചെയ്ത് തരും. അല്ലാണ്ട് നമ്മൾ ബെഡിൽ മൊത്തിട്ടിട്ട് അതിൽ ഇരിക്കാനോ ലോറി കയറ്റി ഇറക്കാനോ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ വാറണ്ടി പറയുന്നുണ്ട്. ആ വാറണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ ഉള്ളിലത്തെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് തരും. നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ 2 പേര് നിന്നിട്ടാ പാക്ക് ചെയ്യുക. ഫുൾ ചെക്ക് ചെയ്തിട്ടാ നമ്മൾ പാക്ക് ചെയ്യുക. ഇപ്പൊ സ്റ്റിച്ചിങ് എവിടെയെങ്കിലും വിട്ടുണ്ടോ, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് അവർ പാക്കിങ് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ് കൊണ്ടുവന്ന് ഇത് പാക്കിങ് പൊട്ടിക്കില്ലേ, അപ്പൊ നിങ്ങൾക്ക് നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നോക്കാം. എല്ലാവർക്കും ഇവിടെ വന്നു അടിച്ച് കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് വീട്ടിൽ ചെന്ന് ഇത് പൊട്ടിക്കുമ്പോ നോക്കുക എവിടെയെങ്കിലും സ്റ്റിച്ച് വിട്ടുണ്ടോ. ഞങ്ങളിവിടെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്യുക. എവിടെയെങ്കിലും വിട്ടുണ്ടോ പോയിണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ. ഞങ്ങൾ അത് അപ്പൊ തന്നെ എടുത്തു കൊണ്ടുവന്ന് നമ്മളത് ശരിയാക്കി തരും. അല്ലാണ്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നൂല് പൊന്തി അത് പൊന്തി ഇത് പൊന്തി എന്നൊന്നും വിളിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ബെഡിന് മെയിൻ ആയിട്ട് കുഴിച്ചലിനാണ് വാറണ്ടി പറയണത്. അങ്ങനെ ഒരു ബെഡിന്റെ ജനനം കണ്ടു അല്ലെ നമ്മള്. ഇത് ബുക്ക് ചെയ്യാനോ ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങൾക്കായാലും വിളിക്കേണ്ടവര് ഇതിവിടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ 10 മണി തൊട്ട് 6 മണി വരെ. 9 വിളിച്ചോട്ടെ. 9 മണി തൊട്ട് 6 മണി വരെ ഞായറാഴ്ച മുടക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ തരുന്ന നമ്പർ ഇവരുടെ ഒന്നും പേഴ്സണൽ നമ്പർ അല്ല, കമ്പനി നമ്പറാണ്. അപ്പൊ ഈ കമ്പനിയില് ആയിരിക്കും ആ ഫോൺ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ കമ്പനി തുറക്കണ സമയത്ത് മാത്രമേ ഇത് എടുക്കുള്ളൂ, അല്ലാത്ത സമയത്ത് അത് സ്വിച്ച് ഓഫ് ആയിരിക്കും. പിന്നെ ഓർഡർ കിട്ടിയില്ല എന്ന് പരാതി പറയരുത്. രാവിലെ 9 തൊട്ട് 6 മണി വരെ വിളിച്ചാൽ എടുക്കുന്നതായിരിക്കും. ഇനി അഥവാ ബിസിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലും തിരിച്ചു വിളിക്കുന്നതായിരിക്കും കേട്ടാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വേറെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഡർ തന്നവർക്കില്ലേ, ഓർഡർ തന്നിട്ടുള്ള ആളുകൾക്ക് പേഴ്സണൽ നമ്പറും തരും. ഇനിയിപ്പോ ചിലര് അളവ് നീളം ചിലപ്പോ വീതിയൊക്കെ അങ്ങനെ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമായിരിക്കും അവര് ശരിക്കും വീട്ടിൽ പോയിട്ട് അളന്ന് വിളിച്ച് പറയാ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പേഴ്സണൽ നമ്പർ രാത്രി അളന്ന് നോക്കിയപ്പോ അളവിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അറിയിക്കണല്ലോ. അതന്നെ. അപ്പൊ അത് അറിയിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഓർഡർ തന്നിട്ട് പോയിട്ടുള്ളവർക്ക് പോകുമ്പോ ഇവിടത്തെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ അത് എപ്പോ വിളിച്ചാലും കിട്ടും ആ നമ്പർ കൊടുക്കും. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് തരുന്നത് വിവരങ്ങൾ അറിയാനായിട്ട്, ഇപ്പൊ ഓർഡർ തരാൻ അങ്ങനെ ബെഡിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോന്നിന്റെ വിലകളൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പില് സിംഗിൾ ബെഡ് ഉണ്ട്, ക്വീനും ഒക്കെ ഡബിൾ ഒക്കെ ഉണ്ടല്ലോ. എല്ലാത്തിന്റെ വില പറയാൻ നടക്കില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണെന്നുണ്ടെങ്കിൽ ഐറ്റംസും കുറെ ഉണ്ടല്ലോ നമ്മുടെ കയ്യില്. ഇപ്പൊ സെമി മെഡിക്കേറ്റഡ്, ഫുൾ മെഡിക്കേറ്റഡ്, മെമ്മറി ബെഡ്, ലാറ്റക്സ്, ഇതിന്റെ ഒക്കെ സിംഗിള്, ഡബിള്, കിങ് സൈസ് ഒക്കെ വില പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെ വീഡിയോ ഇടേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന മോഡലില് ഇത്ര സൈസിന്റെ ബെഡ് വില അറിയണം. അപ്പൊ വിളിച്ചു ചോദിച്ചാൽ മതി കേട്ടാ. അപ്പൊ അതിനൊക്കെ ഈ നമ്പറിൽ വിളിച്ചോ, ബുക്കിങ്ങിനൊക്കെ ഈ നമ്പറിൽ വിളിച്ചോ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ധന്യയുടെ വീട്ടിലേക്ക് 2 അടി വെച്ച് വീടായി നല്ല അടിപൊളി ഭക്ഷണം തയ്യാറാക്കി. ധന്യ പ്രത്യേകം പറഞ്ഞു 2 കാര്യങ്ങളാണ് ധന്യ വീഡിയോ എടുക്കാൻ വരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയായി ഇപ്പൊ ഉച്ചക്കലത്തെ ഫുഡ് അല്ലേ? എത്ര മണി? 1:30 കറക്റ്റ് ചോറാണ് സമയം. അപ്പൊ ഞങ്ങൾ ചോറുണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പിരിയും. അപ്പൊ ധന്യയുടെ വീട്ടിലേക്ക് കയറുന്നു. ധന്യയുടെ അമ്മ ക്ഷീണിച്ച് നിൽക്കാൻ നമുക്കുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കാം. അച്ഛനും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടാ. ചോറിടുന്നു. അമ്മ പിന്നാലെ വരൂ, മീൻകറി ആയിട്ട് വരൂ. ചെമ്മീൻ, അതെ, ചെമ്മീൻ പച്ചമാങ്ങിട്ട് വെച്ചത്, മാങ്ങ കഷ്ണം, ചെമ്മീനും മാങ്ങി. നമ്മള് 2 ദിവസം മുന്നേ ചെമ്മീനും നേന്ത്രക്കായും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെമ്മീനും കായും ചെമ്മീനും വാങ്ങി എടുത്തോളൂ കേട്ടോ. അവന് എടുത്ത് കൊടുത്ത് ചിലപ്പോ കഴിക്കില്ല. പയറുപ്പേരി വേണം, പുളിശ്ശേരിയാണ് മോനത്. പുളിശ്ശേരി നമ്മള് മാമ്പഴ പുളിശ്ശേരി, നേന്ത്രപ്പഴം കൊണ്ട് ഇടട്ടെ. ഇത് പച്ചപ്പയറുപ്പേരി. മതി 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 മതി. കൊഴുവ അമ്മ സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ കൊണ്ടുവരുമ്പോ സ്കൂളിൽ തോർമ്മ അതന്നെ കൂട്ടാൻ കൊണ്ടുവരുമ്പോ കൊഴുവ വറുത്തത് അത് ഒഴിച്ചോ. എന്റെ അനിയത്തി ഉണ്ടാക്കിയ ചിക്കൻ 65 ഓരോരുത്തരും ഓരോ ഫുഡാണ് ഉണ്ടാക്കണേ. ഞാൻ പച്ചപ്പയർ ഉപ്പേരിട്ടാ പറഞ്ഞില്ല എന്നാണ്ട. അനിയത്തിയുടെ ചിക്കൻ 65 അവൻ വിളമ്പിക്കോളാന്നാ പറഞ്ഞ. ജഗ്ഗു വിളമ്പാന്നാ പറഞ്ഞ. ജഗ്ഗുവിന്റെ ഒറ്റ കാര്യം പറയാൻ പറ്റില്ല നമുക്ക്. ഇഷ്ടമില്ലാന്ന് ഞാൻ പറഞ്ഞാല് പിന്നാലെ ചിലപ്പോ അതാവും ഭയങ്കരമായിട്ട് കഴിക്കുക. എന്നിട്ട് നമ്മള് നാണം കിടും. ചോറെടുക്ക്.
ചിക്കൻ 65 നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചിക്കൻ 65 കുഞ്ഞിതായിട്ടല്ലേ നോർക്കാ? നല്ല പാചകത്തിന് 65 പീസാണോ നീ ഉദ്ദേശിച്ച്? അതെ. ആ ചിക്കൻ 65 ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉണ്ട് കേട്ടാ. ഇതന്നെ അനിയത്തി പിങ്കി എന്നാണ് നമ്മൾ വിളിക്കുക. അവളെടുത്ത് ഉണ്ടാക്കിയതാണ്. ചെമ്മീൻ വാങ്ങി എങ്ങനെയുണ്ട്? ചെമ്മീൻ വാങ്ങി കഴിച്ചോക്കട്ടെ കേട്ടാ. രസമുണ്ട് കേട്ടാ. പയറുപ്പേരി ചോട്ടെ.